ജെഡിയിൽ നിന്നും ചായ ഏറ്റവും കൂടുതൽ ലേഡീസാണ് വിസ്കി അടിക്കാൻ വരുന്നത്. IT ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. വിസ്കി വിൽക്കുന്ന ചായക്കട അങ്ങനെ ഒരെണ്ണം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഇതിന്റെ ചായ ഉണ്ടോ ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റും? ഇതിന്റെ ചായയോ ഉണ്ടല്ലോ. ഏതോ ഫ്ലേവർ? ഞങ്ങളുടെ ബോർബൺ വിസ്കിയാണ്. അതെടുക്കട്ടെ, ജസ്റ്റ് ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും. JD അടിക്കാൻ വന്നതാണ്, പക്ഷേ ബാറിലല്ല, കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ചായക്കടയിലാണ്. അവിടെ 100 വെറൈറ്റി ചായ കിട്ടും. വിസ്കി ചായ, ബിയർ ചായ, വൈൻ ചായ, വോഡ്ക ചായ ഒക്കെ കിട്ടും. ഞാനിപ്പോൾ അടിക്കുന്നത് ജാക്ക് ഡാനിയൽസ് ടീ ആണ്. പൊന്നു മനുഷ്യ, ഈ പെട്ടിയും കൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു അവിടെ പോയി നടിക്കായിരിക്കുമെന്ന്. JD അല്ല ഇത്. പിന്നല്ല, എന്തോ പുണ്യമുള്ളോ? ഇത് പുണ്യമുള്ളതല്ല, ഇത് വേറൊരു വെള്ളമല്ല, ഇത് ചായയാണ്. എന്നെ പറ്റിക്കാനുള്ള അടുത്ത പദ്ധതിയായിട്ട് ഇറങ്ങിയിരിക്കും. അല്ലടി, ഇത് ഒറിജിനൽ ചായ. വേണേ നീ കുടിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? JD ടേസ്റ്റ് ഉണ്ടല്ലേ? അതങ്ങനെ നിനക്കറിയാം JD ടേസ്റ്റ് ആണെന്ന്? എന്നെ അടിച്ചു മാറ്റി അടിക്കുന്നത് നീയാണല്ലേ? കുറച്ച് ഇടയ്ക്ക്. അപ്പം എന്റെ മൊത്തം ചായ അടിച്ചോട്ടാ, ഇനി ഇത് വേണ്ട. നമുക്ക് വിസ്കി മാത്രമല്ല, വോഡ്ക, റം, ബിയർ, ഫ്രൂട്ട് ബിയർ, വൈൻ, പിന്നെ റോസ് ചായ, പാൻ മസാല ചായ, ചോക്ലേറ്റ് ചായ, കോഫി ചായ, ബബിൾഗം ചായ. ഇല്ലാത്ത ചായ ഒന്നുമില്ല. ഇല്ലാത്ത ചായ ഒന്നുമില്ല. ബീറ്റിൽ ലീഫ് എന്ന് പറയുമ്പോൾ കർപ്പൂര വെറ്റ, ബീറ്റിൽ ലീഫ് ചായ. എന്നാൽ ഡി അഡിഷൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒറിജിനൽ എക്സ്ട്രാക്ട് ആണ്. നമ്മൾ ലീഫ് ഫ്രം മെക്കാബറി, ഡാർജിലിംഗ് എന്നെടുത്ത് അതിനെ ഞങ്ങൾ ഇപ്പോൾ റോസ് ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഓരോ ലീഫും അതിനെ ടീ ആക്കി എടുക്കുന്നത്. ലേഡീസ് ആണെങ്കിലും ഒരുപാട് പേര് വന്ന് ഫ്ലേവർ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. വിസ്കി ആണെങ്കിലും, വിസ്കിയാണ് ഏറ്റവും മൂവിങ്. ഏറ്റവും കൂടുതൽ ലേഡീസാണ് വിസ്കി അടിക്കാൻ വരുന്നത്. IT ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. JD ലെമൺ ചായ, ബബ്ഗം ചായ, ചോക്ലേറ്റ് ചായ, കോഫി ചായ, റോസ് ചായ, ലാവൻഡർ ചായ, കേസർ ചായ, കാർഡമം ചായ, അദ്രക് ചായ, വീട്ടിൽ ലീഫ് ചായ. മേജർ ഫ്ലേവേഴ്സ് നമുക്ക് ഇറാനി മസാല നല്ല മൂവിങ് ആണ്. ദെൻ റോസ് ടീ നമുക്ക് മിൽക്ക് ടീ, എല്ലാത്തിലും മിൽക്ക് ടീ ആയിട്ടും ബ്ലാക്ക് ടീ ആയിട്ടും എടുക്കാം. പക്ഷേ റോസ് നന്നായിട്ട് റിഫ്രഷിംഗ് ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട്, നല്ല റിവ്യൂ ഉള്ള സാധനം. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്, സോഫ്റ്റ് ആണെങ്കിൽ സോൻ പപ്പടി, കുൽഫി, ജിഗർദണ്ഡ, അങ്ങനെ ഒരുപാടുണ്ട്. ബബിൾഗം ഉണ്ട്, കുട്ടികൾക്ക് ബബിൾഗം, ചോക്ലേറ്റ്. പിന്നെ കോഫി ചായ, നമുക്ക് കോഫി എന്നുള്ളതിനെക്കാട്ടി കോഫി ചായ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പോകുന്നുണ്ട്, കോഫി ചായ. അങ്ങനെ ഒരുപാട്. ഇനി ഫ്ലവർ ടീസും ഫ്രൂട്ട് ടീസും ഗ്രീൻ ടീസ് ഉണ്ട്, വെൽനസ് ടീസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ബെല്ലി ടെക് ചായ എന്ന് പറയുമ്പോൾ നമുക്ക് തടി കുറയും. പക്ഷെ അത് ഒരു ദിവസം കുടിച്ചാൽ തടി കുറയില്ല. നമ്മളൊരു ഡയറ്റ് പ്ലാൻ കൊടുക്കും. അതിനോടനുസരിച്ച് ഇത് 2 ടൈംസ് അല്ലെങ്കിൽ 1 ടൈം എങ്കിലും അത്യാവശ്യം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് കിട്ടും എന്തായാലും. റോസാപ്പൂ വീട് തരാമെന്ന് പറയുന്ന പോലെ റോസാപ്പൂ ചായ തരാം, പാൻ മസാല ചായ തരാം. ഏത് വെറൈറ്റി ചായ കുടിക്കാനോ, അതായത് ഇപ്പോൾ കയ്യിലുള്ളത് 100 വെറൈറ്റിയാണ്. അതിൽ ഹൈലൈറ്റഡ് ഈ JD ചായയാണ്. JD അല്ല, വെറും ജാക്ക് ഡാനിയൽസിൻ്റെ ആ ഫ്ലേവറുള്ള ചായ. അത് മദ്യത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല. പിന്നെ അവിടുത്തെ എഗ് കുൽഫിയും അടിപൊളിയാണ്. ഇപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് എന്തൊക്കെ വെറൈറ്റികളാണല്ലേ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഫുഡ് സ്പോട്ട്, ചായ മാത്രമല്ല സ്നാക്സിൻ്റെയും കൂടെ ചേർത്തുള്ള ഫുഡ് സ്പോട്ട് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് റോസ് ടീ ഒന്ന് കുടിച്ചു നോക്കാം. സൂപ്പർ സാധനം. ഈ റോസ് പെറ്റൽസ് നമുക്ക് കഴിക്കാവോ? റോസ് പെറ്റൽസ് കഴിക്കാം. ഓർഗാനിക് ഇതുപോലെ സാധനം ഫാൻ ടീ. അതിൻ്റെ കൂടെ ഈ സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആണല്ലേ? ഫ്ലേവറിന് വേണ്ടി കൊടുക്കുന്നത് അല്ലേ? ഏതാണ് വീണയുടെ ഫേവറേറ്റ്? എഗ് കുൽഫി മാത്രമല്ല, അവിടെ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഉണ്ട് കേട്ടോ. 100+ വെറൈറ്റി ചായയും 50+ വെറൈറ്റി സ്നാക്സും ഉണ്ട്. സ്നാക്സ് എല്ലാം വെറൈറ്റിയാണ്. കട്ട്ലറ്റ്സ് എല്ലാം വെറൈറ്റിയാണ്. ടർക്കിഷ് മോമോസിൻ്റെ ഫ്രൈഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ കുറേ സാധനം. അവിടുത്തെ കട്ട്ലറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ചിക്കൻ കട്ട്ലറ്റിൽ മുഴുവൻ ചിക്കനാണ്, ഉരുളക്കിഴങ്ങ് കുറവാണ്. അത് വലിയ അതിശയകരമായിട്ടാണ് എനിക്ക് തോന്നി. കാരണം സാധാരണ കട്ട്ലറ്റ് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചിക്കനേക്കാൾ കൂടുതൽ ഉരുളക്കിഴങ്ങാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചിക്കൻ്റെ ഫില്ലിംഗ് ആയിരുന്നു കൂടുതൽ. പിന്നെ നിങ്ങൾക്ക് അവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇടയ്ക്കിടയ്ക്കതായി മാജിക്ക് കാണിക്കാനായിട്ട് ഈ പയ്യൻ വരും. ഫുഡ് കഴിച്ച് മാജിക്ക് കാണിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പോകെ അവൻ്റെ മാജിക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇവിടുത്തെ സ്നാക്സിൻ്റെ ഒരു മാജിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ചായയിൽ മാത്രമല്ല, കടികളിലും ഒരു മാജിക്കുണ്ട്. കടിയെന്ന് ഉദ്ദേശിച്ചത് ഈ ചെറു കടികളാണ് കേട്ടോ. ഇതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടം എടുത്തോ. ഓക്കെ, എടുത്തു. ആ കാര്യം എന്നാ കാണിക്കും, നല്ലോണം നോക്കോ. ഓക്കെ, ഞാൻ പറഞ്ഞ മാജിക്കാരൻ്റെ മാജിക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാം. നല്ല അടിപൊളി മാജിക്കാണ്. മെൻ്റലിസം ഉണ്ട്. കൊച്ചു പയ്യനാണ് കേട്ടോ. പ്രായത്തിൽ മാത്രമാണ് അവൻ ചെറുത്, പക്ഷേ അവൻ്റെ പരിപാടികളൊക്കെ അന്യായമാണ്. ഒരു രക്ഷയില്ലാത്ത മാജിക്കുണ്ട്. പുള്ളി എല്ലാ ദിവസവും അവൈലബിൾ അല്ല, വീക്കെൻഡിൽ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്. നമ്മുടെ അവിടെ ഇരിക്കുന്ന ചേച്ചിയുടെ മോനാണ്.
മൈൻഡ് ടെൻസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യും. ഈ എണ്ണ ഇവിടെ ഒന്ന് മാടൻ അടിയാണ് ഡെയിലി. പക്ഷേ അടിക്കണത് റോസ്റ്റിയാണ്, നിങ്ങൾ പേടിക്കേണ്ട, JDT അല്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ചായകൾ ഇതാണ്ടില്ലേ, ഇതിങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അവർ ഒറിജിനൽ ഫ്ലേവേഴ്സിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഹെർബൽ എക്സ്ട്രാക്റ്റ്. വന്നു പോയ സാധനം വേറെ എന്തോത്തിൻ്റെ എക്സ്ട്രാക്റ്റാണ്. പക്ഷേ ഇതാ ഇപ്പോൾ ഒഴിക്കുന്നത് മുട്ടയുടെ എക്സ്ട്രാക്റ്റാണ്. എക്കുൽഫി ഉണ്ടാക്കുകയാണ്. ഈ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം എഴുതി വെച്ചതുണ്ട്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കുടിച്ചിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് എല്ലാ ആൾക്കാരും, ഈ ഒരു കട വരുന്നത് നമ്മുടെ തിരുവനന്തപുരം വഴുതക്കാട്, നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വഴുതക്കാടിലോട്ട് പോകുന്ന ഓൺവേയിലാണ്. നമ്മുടെ ക്യാപിറ്റൽ ചായ അവരുടെ ഒരു സിഗ്നേച്ചറാണ് എഗ് കുൽഫി. അവിടുത്തെ എഗ് കുൽഫിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പെറ്റ്സ് ഫ്രണ്ട്ലിയാണ് ഈ ഒരു ഷോപ്പ്. നമുക്ക് പെറ്റ്സുമായിട്ടൊക്കെ വരാൻ പറ്റും കേട്ടോ. അത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പെറ്റ്സ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് പെറ്റ്സിനുള്ള ഫുഡും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പെറ്റ്സിന് നമ്മുടെ പെറ്റിൻ്റെ ഫുഡല്ല, പെറ്റ്സിന് വേണ്ടി എഗ് കുൽഫിയൊക്കെ നമുക്ക് മേടിച്ച് കൊടുക്കാം. മുട്ട ഏത് പെറ്റും കഴിക്കുമല്ലോ. ഈ ഒരു എഗ് കുൽഫി അവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയാൻ കാരണം അതിലവരൊരു മസാലപ്പൊടി ചേർത്തിട്ടാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ്. ക്യാപിറ്റൽ ചായ എന്ന് പറയുന്ന ഈ ഒരു ചായക്കട കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്ത് ആരംഭിച്ചത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മറ്റേ മല്ലു JD ഇല്ലേ, പുള്ളിയാകുമ്പോൾ ഈ എക്സൈസും ഈ ബാറുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ആളായതുകൊണ്ടായിരിക്കും അവർ അദ്ദേഹത്തെ തന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചത്. ചായയും ചാരായും തമ്മിൽ വലിയ വാക്കിൻ്റെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും ഡീൽ ചെയ്യുന്ന ആളാകുമ്പം ക്യാപിറ്റൽ ചായ ഉദ്ഘാടനം ചെയ്യാൻ വേറെ ആര്. അപ്പോൾ 100 വെറൈറ്റി ചായ ഉള്ളതിൻ്റെ കുറച്ച് വെറൈറ്റി ചായ ഞാനിവിടെ കാണിച്ചു തരാം. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണ്. റമ്മ് ചായ കണ്ടില്ലേ, റമ്മിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ ഞാൻ റമ്മ് അങ്ങനെ അധികം അടിക്കാറില്ല, അതുകൊണ്ടാണ് വിസ്കി ചായ എടുത്തത്. വൈൻ ചായ കണ്ടല്ലോ, വോഡ്ക ചായ കണ്ടല്ലോ, ബിയർ ചായ ഉണ്ടല്ലോ. ഇതൊന്നും വേറെ ഒരിടത്തുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരിടത്തും ഇല്ലാത്ത സ്നാക്സ് എല്ലാം ഉണ്ട്. വത്സൻ അവിടുത്തെ ഒരു പ്രത്യേക ഐറ്റമാണ്. അത് എളുപ്പം ചെന്നില്ലെങ്കിൽ എളുപ്പം തീർന്നു പോകും. അതുകൊണ്ടാണ് അത് ഞാൻ ചെന്നപ്പോൾ തീർന്നു പോയി. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സാൻഡ്വിച്ച്, ക്ലബ് സാൻഡ്വിച്ച്, ചോക്ലേറ്റ്, മഫിൻസ്, പിന്നെ നമ്മുടെ കട്ട്ലേറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഉണ്ട്. അങ്ങനെ സ്നാക്സ് തീരുമ്പോൾ ഇങ്ങനെ മാറി പുതിയ വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചായയും ചാരായവും രണ്ടും അഡിക്ഷനാണ്. പക്ഷേ ഇവിടെ അഡിക്ഷൻ മാറ്റാനായിട്ട് ഡി അഡിക്ഷനായിട്ടാണ് ഈ ഒരു വിസ്കി വൈൻ ചായ കൊടുക്കുന്നത്. ഡെറ്റോക്സ് ചായ ഉണ്ടല്ലേ, ബെലിടെക് ചായ, പിന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ചായ, ഇത് കുടിച്ചാൽ മുഖമൊക്കെ വെട്ടിത്തിളങ്ങുമെന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഷീ ബാലൻസ് ചായ, കാരണം പെണ്ണുങ്ങൾക്ക് പീരീഡ്സ് കറക്റ്റാണുള്ള ചായയാണ്. അങ്ങനെ പല ചായ, നാരങ്ങ ചായ, ലെമൺ ഗ്രാസ് ടീ, പിന്നെ ഹിബിസ്കസ് ഗ്രീൻ ടീ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. റം ചായ അവിടുത്തെ ഒരു പ്രത്യേകതയുള്ള സാധനമാണ്. വോഡ്ക ചായയും ബിയർ ചായയും മസ്റ്റ് ട്രൈ ആണ്. ചോക്ലേറ്റ് ചായ ഉണ്ടല്ലേ, പിന്നെ ഇറാനി മസാല ചായ, ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓരോ ദിവസം വന്ന് ഓരോ ചായ വീതം കുടിച്ചോളൂ. അപ്പോൾ തിരുവനന്തപുരം വിസിറ്റ് ചെയ്യുന്നവർ മറക്കാതെ ചായ കുടിക്കാൻ പോകേണ്ട ഒരു സ്പോട്ടാണ് ഈ ക്യാപിറ്റൽ ചായ. പിന്നെ ഉദ്ഘാടന ദിവസത്തിൻ്റെ വീഡിയോ ആണ്. അന്ന് ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നാടൻ ചായയും പരിപ്പുടയും, അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല. അപ്പം നിങ്ങൾ ചായ വിത്ത് ചില്ല് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിൽ വിത്ത് ചായ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് വഴുതക്കാട് ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വഴുതക്കാടോട് പോകുന്ന ഓൺവേയിലാണ് ഈ ഒരു കട വരുന്നത്. മറക്കണ്ട, ക്യാപിറ്റൽ ചായ. ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് പോകേണ്ട ഒരു സ്പോട്ടാണ്. ട്രിവാൻഡ്രത്തിലുള്ളവരും ഉറപ്പായിട്ട് പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. അവിടെ വൈകുന്നേരം പാട്ടും മറ്റ് ഗാനമേള, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇടയ്ക്കിടയ്ക്ക് ഞാനും വന്ന് പാടാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ദിവസം നിങ്ങൾ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, എൻ്റെ പാട്ട് കേൾക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ, ഇതാ ഒരുത്തൻ പഞ്ചാര അടിക്കുന്നു. അങ്ങനെ ഒരു രക്ഷയില്ല കേട്ടെ, ഒരു പഞ്ചാര അടി സ്പോട്ടായി മാറിക്കൊണ്ട്. അപ്പോൾ നമ്മുടെ തലസ്ഥാനത്തിൻ്റെ സ്വന്തം ചായക്കട ക്യാപിറ്റൽ ചായ.